ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. അങ്ങനെ ജനാധിപത്യത്തിന്റെ ഉത്സവമായ ഉപതെരഞ്ഞെടുപ്പ് അവസാനിച്ചു. ഫലം വന്നു. ജനറലായി നോക്കുമ്പോൾ അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുക. തെരഞ്ഞെടുപ്പ് അവലോകനത്തിലേക്ക് കടക്കുമ്പോൾ ഒറ്റനോട്ടത്തിൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. LDFും UDFും സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി. BJP പുതിയതായി ഒന്നും നേടിയിട്ടുമില്ല. അവരുടെ രണ്ടാം സ്ഥാനം പാലക്കാട് നിലനിർത്തുകയും ചെയ്തു. അപ്പോൾ ജനറലായ വീക്ഷണത്തിൽ അത്ഭുതങ്ങൾ ഒന്നുമില്ല. വളരെ ആവേശം നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിന് ആണല്ലോ നമ്മൾ സാക്ഷ്യം വഹിച്ചത്. പ്രചരണ നാളുകളിൽ വാർത്തക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ദിവസവും ഓരോരോ വിവാദങ്ങൾ നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞു കൊണ്ടേയിരുന്നു. വിവാദങ്ങളൊടുവിൽ റിസൾട്ട് വന്നപ്പോഴെല്ലാം പഴയപടി തന്നെ. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വയനാടിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. UDF സ്ഥാനാർത്ഥിയായ വിജയിച്ച പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ കുറിച്ചാണ്. വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ തന്നെ വ്യക്തമായ ആധിപത്യം കാഴ്ചവെച്ചാണ് പ്രിയങ്ക ഗാന്ധി മുന്നേറിക്കൊണ്ടിരുന്നത്. 2009 രൂപീകൃതമായ മണ്ഡലം ഇന്ന് വരെ കോൺഗ്രസിനെ കൈവിട്ടിട്ടില്ല. പ്രിയങ്ക ഗാന്ധിയുടെ കന്നി അംഗമാണ് ഈ തെരഞ്ഞെടുപ്പ്. കന്നി അംഗത്തിൽ തന്നെ ഇത്രയും ഭൂരിപക്ഷം നേടാനായത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ അവകാശപ്പെട്ടിരുന്നത് 5 ലക്ഷത്തിൽ കുറയാത്ത ഭൂരിപക്ഷമാണ്. എന്നാൽ പ്രതീക്ഷകൾ തെറ്റിച്ച് പോളിംഗ് കുറഞ്ഞു. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് വയനാട്ടിൽ ഇത്തവണത്തേത്. അത് ഒരു അത്ഭുതമല്ല. കാരണം ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പോളിംഗ് ശതമാനം കുറയുക സ്വാഭാവികമാണ്. 64.72%. ഇപ്പോഴിത് വരെ ലഭ്യമായ കണക്കനുസരിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം 4,11,931 വോട്ടുകൾ. അതായത് മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ 64.99% വരും. ഇത് മുൻ തെരഞ്ഞെടുപ്പുകൾ പോലെ പോളിംഗ് നടന്നിരുന്നുവെങ്കിൽ കോൺഗ്രസ് പാർട്ടി അവകാശപ്പെട്ട 5 ലക്ഷം ഭൂരിപക്ഷം കടക്കാൻ പ്രയാസമില്ലായിരുന്നു എന്ന് ചുരുക്കം. 2019 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി 4,31,770 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. അന്ന് രേഖപ്പെടുത്തിയ പോളിംഗ് 80.33%. അന്ന് രാഹുൽ നേടിയത് മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ 64.67% വോട്ടുകൾ. ഇന്ന് പ്രിയങ്ക ഗാന്ധിക്ക് മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ 64.99% ലഭിച്ചിരിക്കും. അതാണ് പറഞ്ഞത് ഇത് എന്തൊരു ഭൂരിപക്ഷം എന്ന്. അത്ഭുതകരമായ ഭൂരിപക്ഷമാണ്. ഇന്ത്യയിൽ തന്നെ പാർലമെന്റിലെ കണക്കെടുത്താൽ വലിയ ഭൂരിപക്ഷക്കാരുടെ പട്ടികയിൽ പ്രിയങ്ക ഗാന്ധിയും എത്തിയിരിക്കുകയാണ്. ഏതായാലും വയനാട് മണ്ഡലത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ MP എന്ന നിലക്ക് പ്രിയങ്ക ഗാന്ധിക്ക് ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്. അതെല്ലാം അവർ നിറവേറ്റും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവിധ ആശംസകളും നേരുന്നു തെരഞ്ഞെടുക്കപ്പെട്ട MP ക്ക്. നന്ദി, നമസ്കാരം.